മലപ്പുറത്ത് വൻ സ്വർണ്ണ കവർച്ച. പെരിന്തൽമണ്ണയിൽ ജുവലറി ഉടമയെ ആക്രമിച്ച് കവർന്നത് 3.5 കിലോ സ്വർണം. കവർച്ച നടത്തിയത് കാറിലെത്തിയ സംഘം. മുനമ്പം സമരത്തിൽ ഇന്ന് നിർണായക യോഗം. മന്ത്രിമാരും വഖഫ് ബോർഡ് പ്രതിനിധികളും പങ്കെടുക്കും. റവന്യൂ അവകാശങ്ങളിൽ പിന്നോട്ടില്ലെന്ന് മുനമ്പം നിവാസികൾ. വെല്ലുവിളികൾ മാറാതെ വയനാട് പുനരധിവാസം. എസ്റ്റേറ്റ് ഉടമകളുടെ കോടതി വ്യവഹാരം സർക്കാരിന് തിരിച്ചടി. ഭൂമി ഏറ്റെടുക്കലിനെതിരെ നിയമോപദേശം നടത്തുന്നത് ഹാരിസൺ എൽസ്റ്റൺ എസ്റ്റേറ്റ് ഉടമകൾ. വയനാട് ദുരന്തത്തിൽ ഹർജി ഹൈക്കോടതിയിൽ. സഹായം ലഭ്യമാക്കുന്നതിൽ കേന്ദ്രം നിലപാടറിയിച്ചേക്കും. പെർത്ത് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്ക് മോശം തുടക്കം. യശസ്വി ജയസ്വാളും ദേവദത്ത് പഠിക്കലും വിരാട് കോഹ്ലിയും പുറത്ത്. ഇന്ത്യൻ ഇലവനിൽ അശ്വിനില്ല. ചുട്ടിപ്പാറ SME നഴ്സിംഗ് കോളേജിലെ 4ാം വർഷ വിദ്യാർത്ഥിനി അമ്മു സജീവിന്റെ മരണത്തിൽ ദുരൂഹത തുടരുന്നു. സഹപാഠികൾക്കെതിരെ ഗുരുതരമായ ആരോപണമാണ് കുടുംബം ഉന്നയിക്കുന്നത്. സഹപാഠികൾ ഉറങ്ങാൻ പോലും സമ്മതിക്കാതെ ശല്യം ചെയ്തിരുന്നുവെന്ന് അമ്മു പറഞ്ഞിരുന്നതായി അമ്മുവിന്റെ അച്ഛൻ ന്യൂസ് 18നോട് പറഞ്ഞു. സഹപാഠികൾക്കൊപ്പം സെക്കൻഡ് ഷോയ്ക്ക് പോകാതിരുന്നത് മുതലാണ് തർക്കങ്ങളുടെ തുടക്കം. ഇത് വൈരാഗ്യമായി സഹപാഠികൾ ഒരാൾ രാത്രി റൂം തള്ളി തുറന്നു. മോശമായി സംസാരിച്ചു, മാനസികമായി പീഡിപ്പിച്ചു. ഇതെല്ലാം അമ്മു പറഞ്ഞിരുന്നതായും അച്ഛൻ വെളിപ്പെടുത്തി. കോളേജ് അധികൃതരെ വിശ്വാസത്തിലെടുക്കുന്നില്ല. പോലീസ് ശരിയായ രീതിയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് പ്രതീക്ഷ എന്നും അച്ഛൻ സജീവൻ പറഞ്ഞു. പോലീസുകാർ നല്ല രീതിയിലാണ് അന്വേഷണം കൊണ്ടുപോകുന്നത്. അവർ വളരെ ആത്മാർത്ഥമായിട്ടാണ് DSP സാറായാലും CI സാറായാലും എല്ലാം അവർ വളരെ കാര്യമായിട്ടാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകും. ഞങ്ങൾക്കതിൽ തൃപ്തിയുണ്ട്. ഹോസ്റ്റൽ അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥയും ഹോസ്പിറ്റലിൽ നിന്നുള്ള ഒരു അനാസ്ഥയും ഉണ്ട്. എൻ്റെ അടുത്ത് പറഞ്ഞത് കാലിലൊരു ചെറിയ പൊട്ടൽ മാത്രം എന്നാണ്. കാലിൽ പൊട്ടൽ ഉണ്ടാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ തന്നെ പറഞ്ഞത്. ആദ്യത്തെ പരാതി 25/10 കൊടുത്തത്. അന്നേരം അതിന് ശേഷം ഈ പ്രിൻസിപ്പൾ ഇവരെ വിളിപ്പിച്ചിട്ട് മെമ്മോ കൊടുത്തു. അമ്മുവിൻ്റെ കയ്യിൽ നിന്ന് ഒരു എക്സ്പ്ലനേഷൻ എന്താ സംഭവിച്ചതെന്നുള്ള ഒരു എക്സ്പ്ലനേഷൻ എഴുതി വാങ്ങിച്ചു. അന്നേരം ഈ കുട്ടികൾ പറഞ്ഞ് ആ എക്സ്പ്ലനേഷനകത്തും മെമ്മോയുടെ റിപ്ലൈക്കകത്തും പറഞ്ഞതും നേരിട്ട് പറഞ്ഞതും സാറ് ഞങ്ങൾ ഫൈനൽ ഇയർ സ്റ്റുഡൻസാണ്, ഞങ്ങളുടെ ഭാവി ഇല്ലാതാവും, ഞങ്ങളിനി ഒരു കാരണവശാലും അമ്മുവിൻ്റെ ഭാഗത്തോട്ട് നോക്കുകയോ അമ്മുവിനെ ഉപദ്രവിക്കുകയോ ചെയ്തത് തെറ്റായിപ്പോയി, ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ഇനി ചെയ്യത്തില്ല എന്ന് ഉറപ്പ് പ്രിൻസിപ്പളിന് കൊടുത്തു. അമ്മുവിനും കൊടുത്തു. അന്നേരം അമ്മു പറഞ്ഞു, നിങ്ങൾ കൈയൊന്നും എനിക്ക് തരണ്ട, നിങ്ങളുമായിട്ട് എനിക്കിനി യാതൊരു രീതിയിലുള്ള ഇതും വേണ്ട, എന്നെ എൻ്റെ വഴിക്ക് വെറുതെ വിട്ടാൽ മതി, ഞാൻ പഠിച്ച് എങ്ങനെയെങ്കിലും 10-15 ദിവസമേ ഉള്ളൂ, ഞാനത് കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ പോയിക്കോളാം, അതിനനുവദിച്ചാൽ മതി എന്നാണ് അമ്മ പറഞ്ഞത്. അത് പ്രിൻസിപ്പൾ എൻ്റെ അടുത്ത് ഇന്നലെ പറഞ്ഞു. നേരത്തെ ഇവർ ഈ ഗൈനക് പോസ്റ്റിങ്ങിന് ആലപ്പുഴ പോയപ്പോൾ ഒരു ഇൻസിഡൻ്റ് ഉണ്ടായി. അവിടെ ഒരു പ്രൈവറ്റ് ഹോസ്റ്റലിലായിരുന്നു ഈ കുട്ടികളെ 50 കുട്ടികളെയും താമസിപ്പിച്ചിരുന്നത്. അന്നേരം 25 ഉള്ള ഗ്രൂപ്പായിട്ടാണ് ഇട്ടത്. അന്നേരം അതിനകത്തൊരു അസിസ്റ്റൻ്റ് വാർഡൻ ഒരു വലിയ പ്രായമൊന്നുമില്ലാത്തൊരു സ്ത്രീയാണ്. അന്നേരം അവർ ഈ കുട്ടികളെ സെക്കൻഡ് ഷോയ്ക്ക് കമ്പൽ ചെയ്ത് കൊണ്ടുപോയി. അന്നേരം അമ്മു എൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചു, ഈ അച്ഛാ ഇങ്ങനെ അവരെല്ലാം നിർബന്ധിക്കുന്നു, പോകണോ? ഞാൻ പറഞ്ഞു, മക്കളെ ആലപ്പുഴയല്ലേ, രാത്രിയിലൊന്നും അങ്ങനൊന്നും പോകണ്ട, ആ ബീച്ച് സൈഡിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്, ഒരിക്കലും അങ്ങനെ പുറത്ത് പോകില്ല എന്ന് പറഞ്ഞു. നീ ഒരു കാര്യം ചെയ്ത്, നീ ഇങ്ങനെയാണെങ്കിൽ രാവിലെ നീ ക്ലാസ് കോർഡിനേറ്ററോട് ക്ലാസ് ടീച്ചറിനോട് ഇത് വരുമ്പോൾ പറയുകയും വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ ക്ലാസ് ടീച്ചറിനോട് ഇത് പറഞ്ഞ് ക്ലാസ് ടീച്ചർ പ്രിൻസിപ്പളിൻ്റെ അടുക്ക പറഞ്ഞു. പ്രിൻസിപ്പൾ ഈ കുട്ടികളെല്ലാം തിരിച്ചു വിളിപ്പിച്ചു, വാൺ ചെയ്ത്. അന്ന് തുടങ്ങിയൊരു ഈ പോയത് അമ്മു പറഞ്ഞതിനെ തുടർന്നുണ്ടായ പിന്നെ ചെറിയ ഓരോ കാര്യങ്ങളുണ്ടാക്കി ഇവളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുകയായിരുന്നു. ഇവൾക്ക് ഈ മൈഗ്രെയിനും അലർജിയൊക്കെ ഉള്ള കുട്ടിയാണ്. ഇവൾക്ക് മുട്ടയൊന്നും കഴിക്കാൻ പറ്റത്തില്ല. അന്നേരം ഈ മൈഗ്രെയിൻ്റെ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ ഈ അഞ്ജന എന്ന് പറയുന്ന കുട്ടി അവിടുത്തെ ഹോസ്റ്റലിലെ പഴയ ലീഡറാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഇവളുടെ റൂം തള്ളി തുറന്ന് കയറി ഇവളെ പിടിച്ചോലിക്കുക, എന്തൊക്കെയോ ചെയ്തു ഇവളെ. എന്നിട്ട് നീ ആരെ എന്തോ രാജ്ഞിയാണോ ആ ടോണിൽ എന്തൊക്കെയോ സംസാരിച്ചു.
നീ ഫുഡ് എല്ലാവരും കഴിക്കാൻ പറ്റുന്നത് നിനക്ക് മാത്രം എന്താണ്, നീ വന്ന് ഒപ്പിട്ടാൽ എന്താണ് എന്ന് പറഞ്ഞ് ഒരുപാട് അറസ്റ്റ് ചെയ്തു. അന്ന് രാത്രി തന്നെ പ്രിൻസിപ്പൾ പറഞ്ഞ രാത്രി തന്നെ. അന്നേരം ആദ്യം ഇവള് കരഞ്ഞുകൊണ്ട് അച്ഛാ എന്നെ ഉറങ്ങാൻ പോലും സമ്മതിക്കുന്നില്ല അച്ഛാ, അച്ഛൻ അറിയാമല്ലോ എനിക്ക് മരുന്നും കഴിച്ചുകൊണ്ട് മൈഗ്രെയിനിലൊക്കെ കഴിക്കുമ്പോൾ ചെറിയൊരു സെഡേഷൻ വരുമല്ലോ. അന്നേരം അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പിറ്റേന്ന് രാവിലെ വൈഫിനെ കൊണ്ട് ക്ലാസ് ടീച്ചറിനെ വിളിപ്പിച്ചു. ടീച്ചറെ ബുദ്ധിമുട്ടാണ് ഇങ്ങനെ അന്നേരം ടീച്ചർ ഇവരെ വിളിച്ച് നീ അങ്ങനൊന്നും ഉണ്ടാവത്തില്ല, അമ്മൂനെ ഞാൻ നോക്കിക്കോളാമെന്ന് അവർ പറഞ്ഞു. അതിനുശേഷമാണ് ഈ ടൂറിൻ്റെ പ്രശ്നം. ഈ ടൂറിൻ്റെ കോർഡിനേറ്റർ ഒരു ബസ്സിനകത്ത് വെച്ചാണ് ടീച്ചർ ഈ കോർഡിനേറ്റർ ആക്കുന്നതെന്ന് പറഞ്ഞത്. അന്നേരം അമ്മു നേരത്തെ തീരുമാനിച്ചാണ് ടൂറിന് പോകുന്നില്ല. ടീച്ചറിനോട് ഈ വന്ന് കമ്മ്യൂണിറ്റി പോസ്റ്റിംഗ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഇവള് ടീച്ചറിനെ പോയി പറഞ്ഞു, ഇതുപോലെ ടീച്ചറെ ഞാൻ ടൂറിന് വരുന്നില്ല, ഞാൻ എൻ്റെ ചേട്ടൻ്റെ കൂടെ പോവുകയാണ്, എനിക്ക് വയ്യ എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു പോരൊന്നും ഈ അലീനയും അഞ്ജനെയും അക്ഷിതയൊന്നും അറിയുന്നില്ല. അങ്ങനെ അമ്മു ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് ഈ സാന്ദ്ര അന്ന ജിബു എന്നും പറഞ്ഞൊരു കുട്ടിയുണ്ട്. അതും ശരിക്കും അറിഞ്ഞുകൊണ്ടല്ല കുട്ടി ഇവളെ വിളിച്ചത്. അന്നേരം ഇതാണ്ട് അമ്മു അവർ വിളിക്കുന്നെന്ന് പറഞ്ഞു. അന്നേരം ഇവളെ പേടിച്ചാണ് ചെന്നത് വാഷ്റൂമിൻ്റെ അവിടെ ഇട്ട് അവരുടെ ഉപദ്രവിച്ചു. അവൾ ഓടി. അന്നേരം ഈ ആശയാണ് കയറി പിടിച്ചത് ഈ മറ്റുള്ള അടിക്കാനായിട്ട്. അന്നേരം ഓടി ചെന്ന് ക്ലാസ് ടീച്ചറുടെ റൂമിൽ ചെന്ന് കയറിയപ്പോഴത്തേക്ക് വീണ്ടും മോളോട് ഇരിയെന്നും പറഞ്ഞിട്ട് ഇവളങ്ങ് വളരെ പാനിക്കായിരുന്നു. ഇവരെ ചെന്ന് വാൺ ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. അലീനയുടെ ലോഗ് ബുക്ക് കണ്ടില്ല എന്ന് പറഞ്ഞു. ടീച്ചർ പറഞ്ഞു എല്ലാവരുടെയും ഇതൊന്ന് നോക്കണം, ആരുടെയെങ്കിലും ഇനിയിപ്പം മറന്നു വല്ലതും വെച്ചിട്ടുണ്ടോ എന്ന് നോക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ശരി. ആക്ച്വലി ഈ ലോഗ് ബുക്ക് ഒന്നും പോയിട്ടില്ലായിരുന്നു. ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യായിരുന്നു ഈ അലീനയും അഞ്ജനയും കൂടെ. ഇവള് ബസ്സിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് തന്നെ ഇവർ രണ്ടും കൂടെ റൂമിൻ്റെ ഫ്രണ്ടിൽ നിൽപ്പുണ്ട്. ഇവള് റൂം തുറന്നപ്പോഴത്തേക്ക് ഇവളെ തള്ളി മാറ്റി റൂമിനകത്ത് കയറി ഇവളുടെ ബാഗും എല്ലാം വലിച്ചു വാരി നിലത്തിട്ട്. പക്ഷേ ലോഗ് ബുക്കൊന്നും കണ്ടില്ല. അത് വിളിച്ച് അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അച്ഛാ ഇനി എനിക്ക് വയ്യ. ഞാൻ അന്നേരം പ്രിൻസിപ്പളിനെ വിളിച്ചപ്പോൾ പ്രിൻസിപ്പൾ പറഞ്ഞു നമുക്ക് അവരുടെ പേരൻസിനെയും കൂടെ വിളിപ്പിച്ച് ഇനി ഇത് തുറന്നു പോകാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം സംസാരിച്ചു. ഈ 4 വർഷം പൂർത്തിയാകാൻ നിൽക്കുന്ന സമയത്താണ് ഇപ്പം നിലവിൽ കോളേജിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന ഒരു പ്രതികരണം എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഒരു വിഷയം? കോളേജിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന പ്രതികരണം എന്ന് വെച്ചാൽ പ്രിൻസിപ്പൾ ഇന്നലെ വന്ന് പറഞ്ഞ് ഞങ്ങൾ അമ്മൂൻ്റെ കൂടെയാണ്, അമ്മൂൻ്റെ കൂടെ ഏതറ്റം വരെ ഞങ്ങൾ പോകുമെന്നൊക്കെയാണ് പ്രിൻസിപ്പൾ പറയുന്നത്. അത് നിങ്ങൾ വിശ്വാസത്തിലെടുക്കുന്നുണ്ടോ? ഞങ്ങൾ വിശ്വാസത്തിലെടുക്കുന്നില്ല. അമ്മുവിന്റെ പിതാവാണ് ഡാൻ കുര്യനോട് സംസാരിച്ചത്. അമ്മുവിന്റെ മരണം കൊലപാതകമാണെന്ന് തെളിയുമെന്ന് സഹോദരൻ അഖിൽ സജീവും പറഞ്ഞു. അമ്മു എഴുതിയ കത്തിലേത് അമ്മുവിന്റെ കൈയക്ഷരമല്ല. സഹപാഠികൾ അമ്മുവിനെ ഉപദ്രവിച്ചിരുന്നു. പോലീസ് അമ്മുവിന്റെ ഫോൺ പരിശോധിച്ചുവെന്നും അഖിൽ സജീവ് ന്യൂസ് 18നോട് പറഞ്ഞു. ഫോൺ എൻ്റെ കൈ കിട്ടിയപ്പോൾ തന്നെ ആദ്യമേ അതിൻ്റെ ലോക്കെല്ലാം മാറ്റി വെച്ചിരുന്നു. അത് പോലീസിൻ്റെ സാറിനോട് ചോദിച്ചപ്പോൾ അവർക്ക് കിട്ടിയപ്പോൾ അങ്ങനെയായിരുന്നു തന്നെയാണ് പറഞ്ഞത്. പിന്നെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എഴുതിയ ഒരു കാര്യം അമ്മു എഴുതിയെന്ന് പറഞ്ഞിട്ട് അത് അമ്മു എഴുതിയതല്ല. കാരണം ഇവിടുന്ന് എഴുതിയ ഞാനിപ്പം അമ്മുവിൻ്റെ പഴയ ഈ BSc നഴ്സിംഗിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നോട്ട്ബുക്ക് എടുത്തുകൊണ്ട് ഞാൻ പോയ സമയത്ത് അമ്മുവിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഒരു സൈഡിലോട്ട് ചെരിഞ്ഞൊരു അങ്ങനെ ഒരു സ്റ്റൈൽ പോലെയാണ് ഹാൻഡ് റൈറ്റിംഗ് വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഒരു ഹാൻഡ് റൈറ്റിംഗ് ആയിരുന്നു അതിനകത്ത് എഴുതി വെച്ചിരുന്നു. പക്ഷേ അത് അമ്മുവിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് അല്ല എന്ന് തന്നെ ഞാൻ ഉറപ്പിച്ച് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ കുട്ടികൾ ആ കുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ അവരിതിനു മുമ്പ് എന്താ പറയുക അവരുടെ പഴയ കംപ്ലയിൻസും അതുപോലെ ബാക്കിയുള്ള അതിൻ്റെ എല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പേപ്പേഴ്സായിട്ട് അവർ അടുക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു അമ്മു ആണെന്നെങ്കിലും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർ ഓരോ പ്രാവശ്യവും അവർ ഇല്ലാത്ത കുറ്റത്തിനെല്ലാം ചുമ്മാ പറയുന്നു, കളിയാക്കുന്നു, അതിലൊരു കുട്ടി അടിക്കാൻ വന്നു എന്നുള്ള കാര്യം ഇതെല്ലാം എൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ വെയിറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ബാക്കിയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഇപ്പോൾ കിട്ടിയ തെളിവുകളെല്ലാം വെച്ചിട്ട് അവരെ ഉറപ്പായിട്ടും എനിക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ഇന്നും നാളെയായിട്ട് തന്നെ അവരെ അറസ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഇത്രയും ഇതാക്കുന്നത് കൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷവും അതുപോലെ തന്നെ ഭയങ്കര സമാധാനവും എനിക്കിപ്പോൾ കിട്ടുന്നുണ്ട്.